നമസ്കാരം. സുശ്രുതന്റെ കഥയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ക്രിസ്തുവിന് മുമ്പ് 6-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ഒരു ശസ്ത്രക്രിയാ വിദഗ്ധനായിരുന്നു സുശ്രുതൻ. സുശ്രുത സംഹിത എന്ന വൈദ്യശാസ്ത്ര ഗ്രന്ഥത്തിന്റെ കർത്താവുമാണ് അദ്ദേഹം. വൈദ്യശാസ്ത്രത്തിനും ശസ്ത്രക്രിയാ രംഗത്തിലും അദ്ദേഹം നൽകിയ സംഭാവനകളെ മാനിച്ച് ശസ്ത്രക്രിയയുടെ പിതാവ് എന്നാണ് സുശ്രുതൻ അറിയപ്പെടുന്നത്. ഗംഗാനദിയുടെ തീരത്ത് ഇന്നത്തെ വാരണാസിയിലാണ് സുശ്രുതൻ ജീവിച്ചിരുന്നത് എന്നാണ് കരുതപ്പെടുന്നത്. ആയുർവേദ പ്രേമികളെ ആവേശപൂർവ്വം ഉരിയാടുന്ന പേരാണ് സുശ്രുതൻ്റേത്. കാരണം ആധുനിക ലോകത്ത് സുശ്രുതനോളം അംഗീകാരം കിട്ടിയ മറ്റൊരു ആയുർവേദ ആചാര്യനുമില്ല. സുശ്രുത സംഹിതയിൽ അദ്ദേഹം വിവരിച്ചിരിക്കുന്ന പലതും ആധുനിക വൈദ്യവുമായി ചേർന്ന് നിൽക്കുന്നതാണ്. ആത്രേയ സമ്പ്രദായമെന്നും ധന്വന്തരി സമ്പ്രദായമെന്നും ആയുർവേദത്തെ രണ്ടായി തിരിക്കാം. ഇതിൽ സുശ്രുതൻ ധന്വന്തരി സമ്പ്രദായത്തിലെ പ്രധാനിയാണ്. മെഡിക്കൽ സർജന്മാരുടെ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ സ്ഥാപനമാണ് റോയൽ ഓസ്ട്രേലേഷ്യൻ കോളേജ് ഓഫ് സർജൻസ്. മെൽബണിലെ ആസ്ഥാനത്ത് സുശ്രുതന്റെ പ്രതിമ സ്ഥാപിച്ച് അതിൻ്റെ അടിയിൽ ശസ്ത്രക്രിയയുടെ പിതാവ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജീവചരിത്രം നോക്കാം. സുശ്രുതന്റെ ജീവിതകാലത്തെക്കുറിച്ച് പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ട്. 2600 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ മഹാവൈദ്യൻ ജീവിച്ചിരുന്നത് എന്നത് ഒരു ഏകദേശ ധാരണയാണ്. സുശ്രുതൻ എന്ന പേര് ഗോത്രത്തിൻ്റെയോ കുലത്തിൻ്റെയോ പേരാകാമെന്നും അഭിപ്രായമുണ്ട്. സുശ്രുതൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തെപ്പറ്റി വ്യക്തമായ തെളിവില്ലെങ്കിലും മറ്റ് ഗ്രന്ഥങ്ങളിലെ പരാമർശങ്ങളെ അടിസ്ഥാനമാക്കി BC 800-നും 600-നും ഇടയ്ക്കാണ് ജീവിച്ചിരുന്നതെന്ന് അനുമാനിക്കാം. ക്രിസ്തുവർഷം 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന നാഗാർജുനൻ രചിച്ച ഉപായഹൃദയം എന്ന ആയുർവേദ ഗ്രന്ഥത്തിൽ സുശ്രുതനെ പറ്റി പരാമർശിച്ചിട്ടുണ്ട്. അതിനാൽ സുശ്രുതൻ നാഗാർജുനന് മുമ്പ് ജീവിച്ചിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കാം. പതഞ്ജലിയുടെ BC 2-ാം നൂറ്റാണ്ടിലെ മഹാഭാഷ്യത്തിലും കാർത്യായന്റെ BC 3-ാം നൂറ്റാണ്ടിലെ വർത്തികത്തിലും സുശ്രുതനെ പറ്റി പരാമർശങ്ങളുണ്ട്. പാണിനി അടക്കമുള്ള പണ്ഡിതന്മാർ അവരുടെ രചനകളിൽ സുശ്രുതൻ ഒരു പുതിയ ശാസ്ത്രത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. വിശ്വാമിത്ര മഹർഷിയുടെ മകനായ സുശ്രുതൻ ആയുർവേദ വിദഗ്ധനായ കാശി രാജാവ് ദിവോദാസയുടെ ശിഷ്യനായിരുന്നു. വാരണാസിയിൽ വെച്ച് സുശ്രുതൻ ഗുരുമുഖത്ത് നിന്ന് വൈദ്യം അഭ്യസിച്ചു. അബദ്ധനവൻ, അറഭൂവൻ, പുഷ്കലധവൻ എന്നിവർ സുശ്രുതന്റെ സഹപാഠികളായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഇവർ ശസ്ത്രക്രിയയെപ്പറ്റി രചിച്ച പ്രബന്ധങ്ങളും സുശ്രുത സംഹിതയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ശസ്ത്രക്രിയയിൽ മാത്രമല്ല ഇതര വൈദ്യശാസ്ത്ര ശാഖകളിലും പിൽക്കാലത്ത് അദ്ദേഹം വിദഗ്ധനായി. ശല്യചികിത്സ പ്രധാനമായ ആയുർവേദം വികസിപ്പിച്ചത് സുശ്രുതനാണ്. അദ്ദേഹം തൻ്റെ കണ്ടെത്തലുകൾ ശല്യതന്ത്രം എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി സൂക്ഷിച്ചു. അത് ക്രിസ്തുവിന് മുന്ന് 3-4 ശതകത്തിൽ നാഗാർജുനൻ എന്നയാൾ പരിഷ്കരിച്ചതാണ് ഇന്ന് ലഭ്യമായ സുശ്രുത സംഹിത. ചികിത്സയ്ക്ക് ആവശ്യമായ ഉപകരണങ്ങൾ സുശ്രുതൻ സ്വന്തമായി ഉണ്ടാക്കുകയാണ് ചെയ്തത്. ശസ്ത്രക്രിയയിൽ മാത്രമല്ല ഇതര വൈദ്യശാസ്ത്ര ശാഖകളിലും പിൽക്കാലത്ത് അദ്ദേഹം വിദഗ്ധനായിരുന്നു. ശല്യചികിത്സ പ്രധാനമായ ആയുർവേദം വികസിപ്പിച്ചത് സുശ്രുതനാണ്. അദ്ദേഹം തൻ്റെ കണ്ടെത്തലുകൾ ശല്യതന്ത്രം എന്ന ഗ്രന്ഥത്തിൽ സൂക്ഷിച്ചു. അതാണ് പിന്നീട് സുശ്രുത സംഹിതയായത്. അതിൻ്റെ സവിശേഷതകൾ നോക്കാം. ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ മഹത്തായ മുന്നേറ്റങ്ങളിലൊന്നാണ് പ്ലാസ്റ്റിക് സർജറി. എന്നാൽ ഇന്ന് ലോകമെങ്ങുമുള്ള പ്ലാസ്റ്റിക് സർജന്മാർ ചെയ്യുന്നത് 26 നൂറ്റാണ്ട് മുമ്പ് സുശ്രുതൻ ചെയ്ത ശസ്ത്രക്രിയകളിൽ നിന്ന് വലിയ വ്യത്യാസമില്ലാത്ത കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പുരാതന ഭാരതത്തിൽ ജീവിച്ചിരുന്ന ആ വൈദ്യശാസ്ത്ര പ്രതിഭയെ പ്ലാസ്റ്റിക് സർജറിയുടെ പിതാവായും ലോകം അംഗീകരിക്കുന്നുണ്ട്. സിസേറിയൻ ശസ്ത്രക്രിയ അഥവാ സി-സെക്ഷൻ നടത്താൻ ആദ്യമായി ഉപദേശിച്ച വ്യക്തിയും സുശ്രുതനായിരുന്നു എന്ന് കരുതപ്പെടുന്നു. അനസ്തേഷ്യയുടെ ആദിമ രൂപം ചികിത്സയിൽ പ്രായോഗികമാക്കിയതും സുശ്രുതൻ തന്നെയാണ്. മദ്യമായിരുന്നു സുശ്രുതൻ ബോധം കെടുത്താനായി ഉപയോഗിച്ചിരുന്നു. തിമിര ശസ്ത്രക്രിയയിലും മൂത്രാശയക്കല്ലുകൾ നീക്കം ചെയ്യുന്നതിലും എല്ലിനുണ്ടാകുന്ന ഒടിവുകൾ കണ്ടെത്തി ചികിത്സിക്കുന്നതിലും അതീവ പ്രാവീണ്യം നേടിയ വ്യക്തിയായിരുന്നു സുശ്രുതൻ. ശസ്ത്രക്രിയയ്ക്ക് കത്തികൾ ഉൾപ്പെടെ 101 തരം ഉപകരണങ്ങൾ സുശ്രുതൻ ഉപയോഗിച്ചിരുന്നു എന്നാണ് കരുതുന്നത്. പ്രഗത്ഭനായ അധ്യാപകൻ കൂടിയായിരുന്നു അദ്ദേഹം. വൈദ്യന്മാർ പാലിക്കേണ്ട ധർമ്മങ്ങളും മര്യാദകളും ശിഷ്യന്മാർക്ക് ഉപദേശിച്ചു കൊടുക്കുക അദ്ദേഹത്തിന്റെ പതിവായിരുന്നു. പഠനത്തിന്റെ ഭാഗമായി മൃഗശരീരങ്ങളും മാതൃകകളും കീറിമുറിച്ച് പരിശോധിക്കുവാനാണ്
അദ്ദേഹം ശിഷ്യന്മാർക്ക് നൽകിയിരുന്ന നിർദ്ദേശം. ബുദ്ധന്റെ സമകാലികൻ എന്ന് കരുതപ്പെടുന്ന സുശ്രുതൻ രചിച്ച ആയുർവേദ ഗ്രന്ഥം ആണ് സുശ്രുത സംഹിത. ശസ്ത്രക്രിയയെ സംബന്ധിച്ച് രചിക്കപ്പെട്ട ആധികാരിക ഗ്രന്ഥങ്ങളിൽ ആദ്യത്തേതാണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം. 300 ശസ്ത്രക്രിയാ രീതികളെക്കുറിച്ചും 120 ശസ്ത്രക്രിയ ഉപകരണങ്ങളെക്കുറിച്ചും പരാമർശിക്കുന്ന ഈ ഗ്രന്ഥത്തിൽ മനുഷ്യ ശസ്ത്രക്രിയയെ 8ആയി തരംതിരിച്ചിരിക്കുകയാണ്. ചരകത്തേക്കാൾ ആധുനികമാണ് സുശ്രുതം. സൂത്രസ്ഥാനം, നിദാനസ്ഥാനം, ശരീരസ്ഥാനം, ചികിത്സാസ്ഥാനം, കൽപ്പസ്ഥാനം എന്നിങ്ങനെ 5 ഭാഗങ്ങളിലായി 120 അധ്യായങ്ങൾ കൂടാതെ 66 അധ്യായങ്ങളുള്ള ഉത്തരതന്ത്രവും ഉൾപ്പെട്ടതാണ് സുശ്രുത സംഹിത. അഥർവവേദത്തിന്റെ ഉപാംഗമാണ് ആയുർവേദമെന്ന് സുശ്രുത സംഹിത പറയുന്നു. ശസ്ത്രക്രിയയ്ക്കാണ് സുശ്രുത സംഹിതയിൽ പ്രാധാന്യം. 8 തരത്തിലുള്ള ശസ്ത്രക്രിയകളെ കുറിച്ച് സുശ്രുത സംഹിത വിവരിക്കുന്നുണ്ട്. ഛേദം, അഥവാ മുറിക്കല്, ഭേദ്യം അഥവാ പിളർക്കൽ, ലേഹ്യം അഥവാ മാന്തൽ, വേദ്യം അഥവാ തുളയ്ക്കൽ, ഏഷ്യം അഥവാ ശസ്ത്രം കടത്തൽ, ആഹാര്യം അഥവാ പിടിച്ചെടുക്കൽ, വിശ്രാവ്യം അഥവാ ചോർത്തിയെടുക്കൽ, സീവ്യം അഥവാ തുന്നൽ എന്നിങ്ങനെയാണ് ആ 8 രീതികൾ. ഈ പറഞ്ഞ 8 കർമ്മങ്ങൾ തന്നെയാണ് ഇന്നും സർജറിയുടെ അടിസ്ഥാനം എന്നറിയുമ്പോഴാണ് സുശ്രുതന്റെ മഹത്വം നമുക്ക് മനസ്സിലാകുന്നത്. സുശ്രുതന് ശേഷമുള്ള കാലഘട്ടത്തിൽ ആയുർവേദത്തിന്റെ മറ്റു വിഭാഗങ്ങൾ വളർന്നുവെങ്കിലും ശസ്ത്രക്രിയ പഠനത്തിനായി ശവശരീരം തുറന്നുള്ള പഠനവും നിരീക്ഷണങ്ങളും നിഷിദ്ധമായിരുന്നതിനാൽ അത് പ്രാധാന്യമർഹിക്കാത്ത ഒരു വിഷയമായി അധപതിക്കുകയാണ് ഉണ്ടായത്. ഈ കഥകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.